എൻ്റെ അടുത്ത് വരുന്നവർ ഇങ്ങനെ കേൾക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. നട്ടെല്ലിനും കാലിനും പ്രശ്നമായിട്ട് എത്ര നാളായി? 17 വർഷം. രാവും പകലും എനിക്ക് ഉറക്കമില്ല. ഞാൻ ഒരുപാട് മരുന്ന് ഗുളിക, ഈ വേദനയ്ക്കുള്ള ഗുളിയെല്ലാം കഴിക്കുമായിരുന്നു. തുടയും കാലിലേക്കുള്ള രക്തോട്ടവും ഇപ്പോൾ ദൈവശക്തി തൊടട്ടെ. അപ്പം ഈ കൈ പോലും പൊക്കാൻ വയ്യ. ഇവിടെ മൊത്തവും മരവും. ഇനി നടന്നേ, വേദന പോയി കാണും. വേദന മാറി. എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് വരെ. ഈ ആഴ്ച മൊത്തം എനിക്ക് വയറ്റിന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. ബെൽറ്റില്ലാതെ നടക്കാൻ പറ്റൂലായിരുന്നു. എന്തിനു പറയുന്നു? ഇപ്പൊ നടക്കാം. ഞാൻ പറഞ്ഞില്ല മോനെ, എനിക്ക് എഴുതിക്കാൻ നടക്കാം, എല്ലാം ചെയ്യാൻ. ഞാൻ ഓടി കളിച്ച് അവിടെ ഞാൻ ഓടെയാണ് ചെയ്തത്. ഇത് കള്ളത്തരമെന്നൊരു ചിന്തയില്ലായിരുന്നോ? എൻ്റെ അടുത്ത് വരുന്നവർ ഇങ്ങനെ കേൾക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. അങ്ങനെ ദൈവം എന്നെ സുഖമാക്കി. എനിക്ക് ആ എല്ലിന് ഒരു കുഴപ്പമില്ല. സന്തോഷം നോക്കിക്കുക, എത്ര സന്തോഷമാണ്. നമ്മളോട് ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് ബാലരാമപുരത്തു നിന്നുള്ള സെൽവി എന്ന് പറയുന്ന സഹോദരിയാണ്. ഈ സിസ്റ്ററിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ നൽകി കഴിഞ്ഞ ഞായറാഴ്ച ഈ സഭയിലേക്ക് വന്നതാണ്. ബ്രദർ അവരെ വിളിച്ചു, ദൂത് പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. സിസ്റ്ററിൽ തന്നെ നമുക്കത് നേരിട്ട് കേൾക്കാം. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാറിൽ നിന്നിറങ്ങി ഇവിടെ കയറി വരാൻ പറ്റാത്ത അവസ്ഥ. 17 വർഷമായി എൻ്റെ കാല് എല്ലെല്ലാം തേയ്മാനായിട്ട്. കാലിൻ്റെ എല്ലിന് തേയ്മാനമായിരുന്നു. നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. നടന്ന കാലിൻ്റെ മഞ്ച ഇളകി പോയി. എല്ലാം കഴിഞ്ഞിട്ടും ഈ കാല് കാലിൻ്റെ എല്ലിലുള്ള മജ്ജ ഇളകിപ്പോയി. മജ്ജയ്ക്ക് പ്രയാസം ഇതുണ്ടായിരുന്നു. അപ്പോഴ് മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു അത് മഞ്ച വെച്ച് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. മജ്ജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടി, ഞാൻ വയ്ക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ നടന്നുണ്ട്, ഈ കാല് വെച്ച് നടന്നു പോയി. എന്നിട്ട് മറുകാലും എനിക്ക് അത് വേദന വന്നു. എന്നിട്ട് എക്സ്റേ എടുക്കുമ്പോഴെല്ലാം എല്ല് തേയ്മാനത്തിൻ്റെ ഇതാണ്. അങ്ങനെ ഇരുന്നിട്ട് ആ വർഷം തോറും ഞാൻ കൊണ്ട് നടന്നു. വേദനയും കൊണ്ട് നടന്നു. വേദനയും കൊണ്ട് നടന്നു. പിന്നെ പേടി, ആശുപത്രിയിൽ കിടക്കാനൊന്നും വയ്യ. എല്ലാ ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുണ്ട്. അത്രയും വർഷം ഞാൻ നടന്നു. ആരാധനയ്ക്കൊക്കെ ഞാൻ പോയി, എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് 2 കാലും കാലുകൊണ്ട് നടക്കാതായപ്പോൾ ഒരു ബെൽറ്റ് വാങ്ങിച്ച് കെട്ടി. അതിൽ ഏകദേശം ഒരു 2 മാസങ്ങളോളമായി. മുട്ടിനാണോ ബെൽറ്റ് കെട്ടി? നടുവിന് ബെൽറ്റ് കെട്ടി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നടുവിനും പ്രയാസം വന്നു. അങ്ങനെ നടുവേദന മാറാൻ വേണ്ടിയിട്ട് നടുവിൽ ബെൽറ്റ് കെട്ടി. ഒരു ഇഞ്ച് പോലും എനിക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റൂല. അങ്ങനെയാണ് ബെൽറ്റ് വാങ്ങിച്ചിട്ട്. എന്നാലും ഞാൻ പതുക്കെ നടക്കുള്ളൂ. എന്നിട്ട് എപ്പോഴും ഞാൻ പറയും എനിക്ക് ഒരു സൈഡ് മരവപ്പ് വരെയാണ്. അപ്പം മക്കൾ വിചാരിച്ച് ചുമ്മാ അമ്മ പറയണമെന്നായിരിക്കും. എന്നാൽ വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് ഈ ഒരു സൈഡ് കംപ്ലീറ്റ്, ഈ കൈ പോലും പൊക്കാൻ വയ്യ. ഇവിടെ മൊത്തവും മരവിപ്പ് കാരണം കൈക്കൊക്കെ ബലമില്ലെന്നായി, കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ 1-നും 2-നൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വയറെല്ലാം കയറി വലുതായി, ശരീരം എല്ലാം തീരെ ആയിരുന്നു. ആ സമയം ഇവിടെ കഴിഞ്ഞ ആഴ്ച എൻ്റെ മോൻ ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ടാണോ വന്നത്? ആദ്യമായിട്ടാണ് വന്നത്. വന്നപ്പോഴത്തേക്ക് ഇവിടെ ബ്രദർ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇനി കയറി വന്നു. അങ്ങനെ വന്ന് എന്നെ സിസ്റ്റർ അവിടെ ഇരിക്കുമ്പം ബ്രദർ വിളിച്ചു, സിസ്റ്ററിനെ വിളിച്ചു അല്ലേ? ഓക്കെ. അവിടെ ഇരുന്നിട്ട് വിളിച്ച് ഞാൻ വിചാരിച്ച് വേറെ ആരെയും വിളിക്കണമായിരിക്കുമെന്ന്. എന്നിട്ട് പറഞ്ഞ് മഞ്ഞ ടോപ്പ് ഇട്ടുകൊണ്ട് വന്ന എന്ന് പറഞ്ഞ് അങ്ങനെ ഷോളിട്ട് ഞാൻ ഇനി കയറി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഒരു സൗഖ്യം അവർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ബെൽറ്റ് വരെ കെട്ടി. എന്നിട്ട് 1-നും 2-നും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം അവിടെ നിന്ന് സൗഖ്യം തന്നു. എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് പറഞ്ഞു. ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്തിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് വരെ. ഈ ആഴ്ച മൊത്തം എനിക്ക് വയറ്റിൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. ആ മഞ്ഞ ഷോളിട്ട് അയാൾ എഴുന്നേറ്റ്.
നട്ടെല്ലിനും കാലിനും പ്രശ്നമായിട്ട് എത്ര നാളായി? 17 കൊല്ലം, 17 വർഷം. ഈ കാലില് ശോഷിച്ചു പോയോ? ഈ കാല് ശോഷിച്ചു പോയോ? രക്തോട്ടം ഇല്ല? പറ. ഇല്ല. ഞാൻ ഇയാളുടെ വലത്തെ ചെവി പോയത് കണ്ടു. സിസ്റ്ററിന്റെ ഇടത്തെ ചെവി കേൾക്കുവോ? കുറേശ്ശെ കേൾക്കാം. കേൾവി കുറവുണ്ടോ? ഉണ്ട്. ഞാൻ പറയാൻ കാരണം ഇയാളുടെ വലത്തെ ചെവിയുടെ അടുക്കൽ ഒരു ദൈവദൂതൻ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അതേപോലെ നിങ്ങളുടെ ഇടത്തെ ചെവിയുടെ അടുക്കലും ആ കർത്താവിനെ എനിക്ക് കാണാം. ആ രണ്ട് കരമൊന്ന് ഉയർത്തിക്കേ. ടപ്പോ എന്നൊരു ശബ്ദം കേട്ടില്ലേ ഇപ്പോൾ? കേട്ടോ സാറേ? കേട്ടു. അത് നിങ്ങളുടെ ചെവി തുറന്നതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ കാല് വല്ലാതായി അല്ലേ? അതെ. ചവിട്ടാനൊക്കത്തില്ല, വേദനയാ. തൊടയും ഈ ബട്ടക്സിന്റെ വശവും അവിടെയല്ലേ? അവിടെ നിന്ന് പെരുത്ത് താഴോട്ട് വരും. ആ രണ്ട് കര ഉയർത്തിക്കേ. യേശുബേച്ച, ആ തൊടയും കാലിലേക്കുള്ള രക്തോട്ടവും കാൽ ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇപ്പോൾ ദൈവശക്തി തൊടട്ടെ. അപ്പ ഇപ്പോൾ ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ. ആ കാലിലൊരു വിറയിൽ വരുന്ന അറിയാവോ? അറിയാം. ഇനി നടന്നേ, വേദന പോയി കാണും. വാ. എന്ത് സംഭവിച്ചു? ഒന്നുകൂടെ ചുണയായിട്ട് കൈ അടിച്ചൊരു ഹേമയൻ പറഞ്ഞേ. പോയി. ഇങ്ങനെ ഒന്ന് കാല് പൊക്കിക്കേ. പൊക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ, പറ്റുമായിരുന്നോ? ഇങ്ങനെ പൊക്കിക്കേ. ഇവിടെ എന്ത് ബെൽറ്റ് ഇട്ടിരിക്കുവാന്നോ? ഓ, അത് പുറത്ത് പോയിട്ട് ഊരി കളയണം. അതിൻ്റെ കാരണമേ ഈ സൈഡിലൊരു കൊച്ചു കട്ടിയുണ്ട്. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ? ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പേടിച്ച് ഞാൻ പോയില്ല. ഓപ്പറേഷൻ വേണോ? വേണ്ട. നിങ്ങളെന്തൊന്നും മിണ്ടാത്ത? ഇയാൾക്ക് തൊട്ടാൽ അറിയാം. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് തള്ളി വരും. എന്താ പറഞ്ഞേ? ശരിയാണ്. കർത്താവിന്റെ മഹത്വം. ആമേൻ. എന്നാലേ പോയി ചോദിക്കുന്നതിലൊന്നും വിഷമം വരരുത്. കക്കൂസി പോകാൻ പറ്റുമോ? ഇരിക്കത്തില്ല. ഭയങ്കര വേദന ആയിരിക്കും. മൂത്രം ഒഴിക്കാൻ പ്രയാസമല്ലേ? അത് രണ്ടിപ്പം മാറും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് വാ. എൻ്റെ വയറ്റിൽ കൈവേ. എന്തോ ഇപ്പൊ ചിന്തിച്ചേ? എൻ്റെ അടുത്ത് ചിന്തിച്ചാന്നറിയാം. പാസ്റ്റർ കാണാൻ നല്ല ചന്തമാണല്ലോ. പ്രാർത്ഥിച്ചോണ്ടിരിക്കും. ഇതൊക്കെയാണോ ചിന്തിക്കുന്നേ? മക്കളൊക്കെ കൂടെ ഉണ്ടോ? ഏതാ മോൻ? എഴുന്നേറ്റ് വാ. ആ, നീ അവിടെ ഇരിക്കുവാന്നോ? വാ. ഇവൻ കുറച്ച് മാറണമല്ലോ അമ്മേ. ഒത്തിരി കാര്യങ്ങൾക്ക് അവന് മാറ്റം വരണം. നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? അതെ. ഇത് കള്ളത്തരമെന്നൊരു ചിന്തയില്ലായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചിന്ത പോയോ? നിനക്കൊരു ഭാവി ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. വയറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മസിൽ പിടിക്കുവോ? ഉണ്ട്. ലിവർ സൈഡില്. ലിവറിനകത്ത് വല്ല കുഴപ്പമുള്ളത് അറിയാവോ? ഇല്ല. യൂറിൻ ഒഴിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മഞ്ഞയാണ്. ഇത് എന്താന്ന് ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സാധനം ഇന്ന് സൗഖ്യമാവും. നിന്റെ അമ്മ ഒരു കാലാണെങ്കിൽ നിന്റെ ഇടത്തെ കാലം നിനക്കും പ്രശ്നമോ? പറയടാ. അപ്പൊ നീ പറയും ഇനി എൻ്റെ അമ്മയെ പോലെ തന്നെ എൻ്റെ കാലും കേടാവൂന്ന് ചിന്തിക്കും. ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ശരിയാവോ? ശരിയാവും. നിനക്ക് പിള്ളേരുണ്ടോ? ഇല്ല. നിനക്ക് കൗണ്ട് കുറവെന്ന് അറിയാവോ? അതിന്റെ കാരണം അറിയാവോ? വൃഷ്ണങ്ങൾക്ക് താഴെ കുറച്ച് വേരിക്കോസ് ഉണ്ട്. ഉറക്കെ പറയടാ. ശരിയാണ്. എടാ, ഇങ്ങനെ പറയുന്നതിൽ നാണക്കേടൊന്നുമില്ലടാ. കർത്താവ് എടാ നോക്കി നോക്കുന്നേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. നിനക്കൊരു ആങ്കൊച്ചിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ചോദ്യം, എല്ലാ ആഴ്ചയും പള്ളി വരുമോ? നീ പള്ളി പോരുന്ന സ്വഭാവം നിനക്കില്ല. വിശ്വാസം കുറവായിരുന്നു. വിശ്വാസം കുറവാ, അവിടെ പള്ളി വരാത്ത. കുഴപ്പമില്ല, വിട്ടേക്കാം.
എടാ, ഞാൻ എത്ര സെൻസിറ്റീവായ കാര്യം പറഞ്ഞെന്നറിയോ? നിന്റെ വൃഷ്ണങ്ങൾക്ക് അതിൻ്റെ താഴെ വേരിക്കോസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇല്ലാത്തതാണ് എന്നെ വെച്ചേക്കൂടോ? നിനക്കൊരു അത്ഭുതം കാണണോ? ഇപ്പം നീ സൗഖ്യമായിട്ടുണ്ട്. നിങ്ങളെന്താ കൈ അടിക്കാത്ത? കുറച്ചും കൂടെ ചുണയായിട്ടൊന്ന് കൈ അടിച്ചേ. അമ്മയ്ക്ക് വേണ്ടി വന്നല്ലേ, ചെറുക്കന് വേണ്ടി വന്നതാ. അവനൊരു കൊച്ചുണ്ടാവണേ എന്നുള്ള ചിന്തയേ ഉള്ളൂ തലയിൽ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വലത്തെ കാലിലേക്ക് ഒരു വിറയിൽ വന്നത് അറിയാവോ? നിന്റെ കാല് സൗഖ്യമായി. എൻ്റെ ഭാര്യയോട് എഴുന്നേക്കാൻ പറ. നിന്റെ പീരീഡ്സ് അതിനോട് വാദിക്കുന്ന കുറച്ച് കുരുത്തക്കേടുണ്ട്. ഈ ചക്കിക്കൊത്ത ചങ്കര എന്നൊക്കെ പറയത്തില്ലേ, രണ്ടെണ്ണത്തിന് കുരുത്തക്കേടാ. ഏതെങ്കിലും ഒന്നിനാണെങ്കിൽ സൗഖ്യമായി അതിനെ വേഗത്തിൽ. ഇതിനും കുഴപ്പം അതിനും കുഴപ്പമാണ്. ഇവനാണെങ്കിൽ വാ തുറന്ന നിരാശയെ പറയത്തുള്ളൂ. എന്തോന്ന് ജന്മമാടി നമ്മുടെ, നമുക്കിനി എവിടുന്ന് പിള്ളേരുണ്ടാവാനടി, എങ്ങനെയായിട്ട് നടക്കുന്നത്? വാ തുറന്നൊരു നല്ല വാക്ക് ചെറുക്കൻ പറയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലം, യൂട്രസിനകത്ത് ഫങ്ഷൻ പ്രോബ്ലം, ഓവുലേഷൻ ഡിസോർഡർ, അതിന് എഗ്ഗിനാണെങ്കിൽ ബലവും ഇല്ല. എങ്ങനെയടി കൊച്ചുണ്ടാവുന്നേ? മറുപടി പറ. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറ. നീ ആ രണ്ട് കരവും ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ രണ്ടുപേരും കൂടെ കര ഉയർത്തിപ്പിടിച്ചേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് എന്നെ തൊടുന്നതിന് നന്ദി എന്ന് പറഞ്ഞേ. ഇവളെപ്പോഴും പറയത്തില്ല ഇവളെ ഹിപ്പ് വേദനയാന്ന്. നിങ്ങൾക്കെന്താ മരുമക്കൾക്കും മക്കൾക്കും എല്ലാം നടുവേദനയാന്നോ? കൊള്ളാലടാ. നിങ്ങളെ കരങ്ങൾ ഉയർത്തിക്കുക. ഫാമിലി സൗഖ്യമാവുകയാണ്. യേശു തരുന്ന സൗഖ്യം അവരുടെ മേൽ വരട്ടെ. യേശു തരുന്ന സൗഖ്യം അതിൻ്റെ മേൽ വരട്ടെ. മോൾ എന്നെ നോക്കിയടി. നീ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചോ, ഈ പാസ്റ്ററെ കുറിച്ച് ഞാൻ കുറേ മോശം കേട്ടിട്ടുണ്ട്, തെറ്റായിപ്പോയല്ലോ എന്ന് ചിന്തിച്ചോ? ഇപ്പോൾ ചിന്തിച്ചോ? എന്നെക്കുറിച്ച് മോശം കേൾക്കുന്നതിലൊന്നും കാര്യമില്ലടി. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പച്ചയ്ക്ക് ചോദിക്കും. അത് ആളുകൾക്ക് ഇഷ്ടമല്ല. എനിക്ക് അവരിഷ്ടപ്പെടുന്നൊന്നും നോക്കാനായിട്ട് താല്പര്യമില്ല. ഇത് ഇവൻ്റെ ലൈഫിൽ ഇനി ഒരിക്കലും മറക്കത്തില്ല. അവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും മറക്കത്തില്ല. ആമേൻ. യേശു ജീവിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവും. അതല്ലേ വലുത്. കളി കേൾക്കുന്നവർക്ക് അവർക്ക് വേറെ പണിയുണ്ടെങ്കിൽ പോട്ടെ. എൻ്റെ അടുത്ത് വരുന്നവർ ഇങ്ങനെ കേൾക്കാൻ തയ്യാറുള്ളവർ വന്നാൽ മതി. അതിനകത്തൊരു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പണി നോക്കി പോട്ടെ. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ പ്രശ്നം ഡോക്ടർ പറയോ ഇല്ലയോ? പറയും. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പ്രശ്നം പറയണ്ടേ? പറയണോ വേണ്ടയോ? അവരുടെ അടുക്കൽ പരിശോധിക്കാൻ നിൽക്കണം. നിങ്ങളുടെ എല്ലാ അവയവങ്ങളും അവർ പരിശോധിക്കും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. കർത്താവ് നിങ്ങളെ അവിടെ സൗഖ്യമാക്കുന്നെന്ന് പറയുന്നതിനാ നാണക്കേട്. അത് മതം കൊണ്ടുവന്ന നാണക്കേടാണ്. മതത്തിലാവില്ലേ. കർത്താവ് ചെയ്യുന്ന കാര്യത്തിന് നന്ദി പറയാ. ആമേൻ. ഇവളെന്നെ കണ്ടപ്പോഴേ, ഈ പാസ്റ്റർ കണ്ട ഒരു പാസ്റ്ററിന് ലുക്കും ഇല്ല, കയ്യിൽ വളയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു? പറ. ചിന്തിച്ചു. എന്തായാലും വന്നില്ലേ, ഇനി അവസാനം വരെ കണ്ടിട്ട് പോവാം. അങ്ങനെയാണോ ലാസ്റ്റ് തീരുമാനം എടുത്തേ? തീരുമാനമെല്ലാം മാറിയോ? എടി, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരായിരിക്കില്ലേ നല്ലത്? അത് വെള്ള വേഷവും കറുത്ത ഷർട്ടും ഒക്കെ ഇടണോ? എങ്ങനെ സാധാരണക്കാരായിരുന്നാ പോരെ? അതല്ല നല്ലത്. നിങ്ങളെന്തൊന്നും മിണ്ടാത്ത? എന്നെ കണ്ട നിങ്ങൾക്ക് പാസ്റ്റർ പോലെ തോന്നുന്നു, നിങ്ങളെ വീട്ടിലൊരാളെ പോലെ തോന്നുന്നു? ഏതാ നല്ലത്? കുറച്ചും കൂടെ. എനിക്ക് പ്രത്യേകിച്ച് വേഷവും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഏതെന്ന് പറയാം, വെള്ളയാണ്. ഞാൻ പള്ളി മാത്രം വെള്ള ഇടത്തില്ല. നിനക്ക് ദേഷ്യം വന്നാൽ ചാകണമെന്ന് പറയുന്ന പരിപാടിയുണ്ട്. ചാകണം തോന്നലുണ്ട്. ഇന്ന് സ്വഭാവം കളയണം. നിന്റെ ഹിപ്പിനകത്ത് വല്ല പ്രശ്നമുണ്ട്? ജന്മന ഉള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 2-3 years ആയി ഇങ്ങനെ തിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന പോലത്തെ ഒരു വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്? ഇപ്പോഴും ഉണ്ട്. ഈ അമ്മച്ചിയെ ഒരു ബാത്റൂമിൽ വിട്ടെന്ന് പരിശോധിച്ച് മുഴ പോയിട്ടുണ്ട്, പോയി നോക്കിട്ടോ. ചുണയായിട്ട് നടക്കണം, കയറ്റമൊക്കെ കയറണം. ഇനി ബെൽറ്റൊക്കെ ഊരിയോ? സുന്ദരിയായല്ലോ, വാ ചോദിക്കട്ടെ. ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ എന്തിനു പറയുന്നു? ഇപ്പൊ നടക്കാം. തന്നെ ഇവിടുന്ന് അതുവരെ നടന്നേച്ച് വന്നേ. ഇനി വേദന വരുമെന്ന് ഞാൻ നോക്കട്ടെ. വാ, നിങ്ങൾ എൻ്റെ ഒരു വന്ന് നിൽക്കും. ആദ്യം നീ എന്നെ സംശയിച്ചതിന് ക്ഷമ പറയണം കർത്താവിനോട്. എന്നറിയോ, പിശാച് കളിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മോളെ. ആ പിശാചിനെ വഞ്ചനയാതല്ല. നിനക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ദൈവം ഉണ്ടെന്ന്.
മനസ്സിലായി. ആ പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരെയാ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് യഥാർത്ഥമായിട്ട് തോന്നിയ ആളുകളെ പിശാചിന് എതിരുള്ളൂ. അല്ലാത്തവരോടും പിശാചിന് എതിരില്ല. പിശാചിന് എന്താ എതിരുള്ളത്? നീ ഇപ്പോൾ സൗഖ്യമാകുന്നത് ആർക്കും ഉപദ്രവമുള്ള കാര്യമോ? പിശാചിന് ഉപദ്രവമുള്ള കാര്യമോ? എന്നാൽ ദൈവത്തിന് നീ സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നീ കേട്ടിരുന്നത് ഈ പാസ്റ്റർ പൈസയുടെ കാര്യത്തിൽ പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുക. ഞാൻ ആരെയും നിന്ന് പൈസ മേടിച്ചിട്ടില്ല, മേടിക്കത്തുമില്ല. ഈ ചർച്ചിൽ കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കത്തില്ല. സ്വത്രക്കാഴ്ച എടുക്കത്തില്ല, ദശാംശം എടുക്കത്തില്ല. അങ്ങനെയല്ല സഹോദരന്മാർ? തീർച്ചയായും. ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്തേ. അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ചർച്ചിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഇപ്പം അല്ല, ഈ ചാർട്ടേഡ് അക്കൗണ്ട് അദ്ദേഹം എടുക്കത്തില്ല. പക്ഷേ ഞാൻ സമ്പന്നനാണ്. ആ കർത്താവ് എനിക്ക് എന്നെ നടത്താൻ ശക്തനാണ്. ഞാൻ ആരോടും ചോദിക്കണ്ട, ഒരു പൈസ എവിടുന്ന് എടുക്കണ്ട. കർത്താവിൻ്റെ പൈസ മോട്ടിച്ചാൽ ഞാനും രക്ഷപ്പെടത്തില്ല, എൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല. ഞാനങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ഈ ദൈവവേലയ്ക്ക് കിട്ടുന്ന പൈസയൊന്ന് മോഷ്ടിച്ചാൽ ഭയങ്കര അപകടം അടിമോള്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, 2 പേരും ശുശ്രൂഷിക്കും. മറ്റെന്തോടി സമ്പത്ത് വേണ്ടേ? ഏതാ വലിയ സമ്പത്ത്? നമ്മുടെ പിള്ളേർ കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുന്നതല്ലേ? നിങ്ങളതൊന്നും വേണ്ടാത്ത? എനിക്കൊരു നല്ല 2 കുഞ്ഞുങ്ങളില്ലേ? അതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഈ മോളുടെ വയറ്റിൽ കൈ വെച്ച് മോനെ 2 കരവും ഉയർത്തി പിടിച്ചിടാം. ഫാദർ, ഈ മോളുടെ ഓവുലേഷൻ ശരിയാവട്ടെ, ഇവരുടെ എഗ് നോർമലാകട്ടെ, ഇവരുടെ ബാധിക്കുന്ന പൈശാചിക ശക്തികൾ അഴിയട്ടെ, മന്ത്രവാദങ്ങൾ പൊട്ടിപ്പോട്ടെ, ഇവൾക്ക് തലമുറയാകട്ടെ. അപ്പം വണ്ടർഫുൾ ചെയ്സ്. നടന്നിട്ട് വേദനയില്ലല്ലോ? ഇല്ല. വരത്തില്ല. അടുത്ത ഞായറാഴ്ച ഒന്ന് സാക്ഷ്യം പറയണം. ചെവി കേട്ടു, മുഴ പോയി എന്നൊക്കെ പറയണം. യേശുവിജയ കുടുംബത്തെ തൊട്ടായിട്ട്, യേശുവിജയ കുടുംബത്തെ തൊട്ടായിട്ട് അങ്ങനെ അത്ഭുതകാരം പ്രവർത്തിച്ചായിട്ട്. ഇവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ വീട്ടിലാണ് നിന്നത്. അപ്പോഴെൻ്റെ മോൻ വന്നപ്പം പറഞ്ഞ്, ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു, അമ്മ കസാരയിട്ടിരിക്കാത്തത്, അമ്മ തറയിൽ നിന്ന് ഇരുന്നിട്ട് എഴിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ല മോനെ, എനിക്ക് എഴുതിക്കാൻ നടക്കാം, എല്ലാം ചെയ്യാൻ. ഞാൻ ഓടിക്കളിച്ച് അവിടെ ഞാൻ ഓടെയാണ് ചെയ്തത്. എൻ്റെ മോൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. മോനിന്ന് വന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ഓ, മോനുണ്ട്, വന്നിട്ടുണ്ട്. എത്ര നല്ലവനാ നമ്മുടെ കർത്താവല്ലേ. പറഞ്ഞു ബാക്കി കൂടെ പറഞ്ഞാട്ടെ. അങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ആ വീഡിയോ കൊണ്ടുവന്ന് അച്ഛൻ്റെ കൊണ്ട് കാണിച്ച്. അച്ഛൻ ഇതുപോലെ കുടിയൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അച്ഛൻ വിശ്വസിക്കണില്ല. ഇന്നലെ ഇതേപോലെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എഴുതിക്കുകയും അപ്പോൾ എനിക്ക് ഇവിടെ സാധനം എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇപ്പം കുനിയെല്ലാം ചെയ്യാമല്ലോ, അപ്പം നീ ഇനി കുനിഞ്ഞെടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ കുനിഞ്ഞെടുത്ത് കാണിച്ചു. അല്ലെങ്കിൽ എനിക്ക് കുനിയാൻ പോലും വയ്യ. അത്ര ദൈവം എന്നെ സുഖമാക്കി. എനിക്ക് എഴുതുകയും ചെയ്യാം, കിടക്കുകയും ചെയ്യാം. എൻ്റെ 2 കാലും സുഖമായി. എനിക്ക് നെഞ്ച് ഇവിടെ ബാത്റൂമിലെല്ലാം പോവാം. ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ ഒരു കുഴപ്പം. അല്ലെങ്കിൽ ഉറങ്ങാത്ത രാത്രിയുണ്ട്, രാവും പകലും എനിക്ക് ഉറക്കമില്ല. ഞാൻ ഒരുപാട് മരുന്ന് ഗുളിക, ഈ വേദനയ്ക്കുള്ള ഗുളിയെല്ലാം കഴിക്കുമായിരുന്നു. എന്നിട്ടും കഴിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വേദന മാറുമ്പം വീണ്ടും വേദന. അങ്ങനെ ദൈവം എന്നെ സുഖമാക്കി. എനിക്ക് ആ എല്ലിന് ഒരു കുഴപ്പമില്ല. ഇരിക്കാൻ പറ്റൂല, എഴിക്കാൻ പറ്റൂല. ശോഭയിൽ കാല് തൂക്കി വയ്ക്കണമെങ്കിൽ വേറെ ഒരാൾ വരണം കാല് തൂക്കി വയ്ക്കാൻ. ഇന്ന് സുഖമായിട്ട് ഓടയും ചാടയും. എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല. എനിക്ക് തീർന്നില്ലല്ലോ. ചെവിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഈ സിസ്റ്ററിന് ചെവി കേട്ടുകൂടാത്ത അവസ്ഥയുണ്ടായിരുന്നു. പറഞ്ഞേ, ചെവി കേട്ടുകൂടായിരുന്നു. അങ്ങനെ ചെവി വരെ അടഞ്ഞ്. എപ്പോഴും 2-3 പ്രാവശ്യം പറഞ്ഞാലേ വീട്ടിൽ സംസാരിച്ചാലും കേൾക്കും. എന്നിട്ടും പറയും ചെവി കേൾക്കാത്തത് പോലെ ഇരിക്കണം, ചെവി കേൾക്കാത്ത പോലെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമല്ല. എനിക്ക് ചെവി വരെയൊക്കെ എൻ്റെ ദൈവം എൻ്റെ 2 ചെവിയും തുറന്നു. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ചെവിക്കകത്തൊരു വേദനയില്ല. അല്ലെങ്കിൽ എപ്പോഴും ചെവി വേദന, മണ്ട വേദന എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു സുഖം, എനിക്ക് തലവേദനയോ തലയ്ക്കകത്തുള്ള വേദനയോ മൂക്കടപ്പോ ചെവിയടപ്പോ ഒന്നുമില്ല. എൻ്റെ ദൈവം സുഖമാക്കി തന്നേന് കോടി തന്നു പറയണം. എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം. ഈ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് വന്നതാണ്. പക്ഷേ നമ്മളെ കാണുന്ന ദൈവം
സിസ്റ്ററിനെ കണ്ടു, സിസ്റ്ററിന് സൗഖ്യം കൊടുത്തു. എത്ര അനുഗ്രഹമാണ്, എത്ര സന്തോഷമാണ് അത് കേൾക്കുന്നത്. 17 വർഷമായിട്ടുള്ള വേദന, ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, കൈപൊക്കാൻ പറ്റത്തില്ലായിരുന്നു, പ്രായോഗികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മക്കളും ഹസ്ബൻഡും എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ പൂർണ്ണ സൗഖ്യം കൊടുത്തു, ചെവിക്ക് സൗഖ്യം കൊടുത്തു. ഇന്ന് മിറക്കിൾ സൺഡേ ആണ്. നമ്മൾ പലരും നല്ല സകലരും ഇതുപോലുള്ള അതിശയം, അത്ഭുതം അനുഭവിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി കർത്താവിനെ കരങ്ങളടിച്ച് സ്തുതിച്ചു. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോകാൻ പറ്റൂലായിരുന്നു, 1നും 2നും പോകാൻ പറ്റാത്ത അവസ്ഥ. അത് ഞാൻ വീട്ടിൽ മക്കളോട് തോന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ബദർ പറഞ്ഞ് 1നും 2നും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവിനെ വിളിച്ച് ഞാൻ പലപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇതെന്താ അസുഖം ഉണ്ടെങ്കിൽ നീ എടുത്ത് മാറ്റടേ അപ്പാ, എന്നെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഇട കൂട്ടല്ലേ. ഒരു പ്രാവശ്യം ഇതേപോലെ ശ്വാസം മുട്ടൽ വന്നപ്പോൾ എൻ്റെ ഐസിയിലും വെന്റിലേറ്ററിലൊക്കെ എന്നെ ആക്കി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ആശുപത്രി പോവാൻ. എൻ്റെ ഭർത്താവ് എന്നെ സുഖമാക്കണേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ഏതായാലും പൂർണ്ണമായി സൗഖ്യം കിട്ടിയല്ലോ. ഇനി സിസ്റ്റർ ഒരു കാര്യം ചെയ്താൽ മതി, ഈ സൗഖ്യം തന്ന അനുഗ്രഹിച്ച കർത്താവിൻ്റെ കൂടെ നിന്നാൽ മതി. ബാക്കി ഇനി എന്തെങ്കിലും ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൽ നിന്ന് ലഭിക്കും. കർത്താവ് അനുഗ്രഹിക്കും.